സാങ്കേതിക വിദ്യയും കാരുണ്യവും കൈകോർത്തപ്പോൾ സംഭവിച്ചത് അത്ഭുതം. ക്രൈസ്തവ ലോകം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ തൃശൂർ അതിരൂപതയിൽ നിന്ന് ആത്മീയവും സാങ്കേതികവുമായ ഒരു പുതിയ തുടക്കത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് ക്രിസ്തുവിന്റെ പീഡാനുഭവ യാത്രയിൽ പൂർണ്ണമായി പങ്കുചേരാൻ അവസരമൊരുക്കുകയാണ് തൃശൂർ വ്യാകുൽ മാതാവിന്റെ ബസിലിക്ക. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാഴ്ച പരിമിതിയുള്ളവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ത്രിമാന ടാക്ടൈൽ കുരിശിന്റെ വഴി തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കാഴ്ച പരിമിതർക്കുള്ള ബ്രെയിൻ ലിവി, അതുപോലെ തന്നെ ചിത്രത്തിലൂടെയൊക്കെ ഇപ്പോൾ ഇത് കുരിശിൻ്റെ വഴിയുടെ ചിത്രങ്ങളാണ്. കുരിശിൻ്റെ വഴി ഏകദേശം കുറച്ചറിയാം, പക്ഷേ വായിക്കാൻ അവർക്കേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മനോഹരമായ ചിത്രം, ഇങ്ങനെ രൂപകൽപ്പന കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിക്കാർക്കായി നിർവഹിച്ച എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഇത് ചിത്രീകരണം കാഴ്ച പരിമിതിക്കാർ ബ്രെയിൻ ലിപിയും ഒപ്പം ചിത്രീകരണവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്നാണ് കുരിശിൻ്റെ വഴി. എന്നാൽ കാഴ്ച പരിമിതിയുള്ള സഹോദരങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ 14 സ്ഥലങ്ങളിലെയും പ്രാർത്ഥനകളിലും വചനധ്യാനങ്ങളിലും സജീവമായി പങ്കുചേരുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ആത്മീയ ആവശ്യത്തിന് പരിഹാരമായാണ് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പുത്തൻപള്ളി ബസിലിക്കയിൽ പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അംഗവൈകല്യമുള്ളവർക്ക് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. 10 വർഷമായി ഡഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള കൺവെൻഷൻ എല്ലാ വർഷവും നടത്തുന്നു. എല്ലാ മാസവും അവർ ക്രൈസ്തവരായവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. അന്ധർക്ക് വേണ്ടിയുള്ള, കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും തിരുക്കർമ്മങ്ങളും ഈ ഈസ്റ്റർ സീസണിൽ ഞങ്ങൾ നടത്താറുണ്ട്. ഇന്ന് പ്രത്യേകമായും കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള കുരിശിൻ്റെ വഴി സ്ഥാപിക്കുന്ന കർമ്മം നടത്തുകയാണ്. പള്ളിക്കുള്ളിലെ 14 സ്ഥലങ്ങളിലും പ്രത്യേകം സ്ഥാപിച്ചിട്ടുള്ള അസിസ്റ്റീവ് ടെക്നോളജി ഉപകരണങ്ങൾ വഴി ഓരോ സ്ഥലത്തെയും പ്രാർത്ഥനകളും ധ്യാനചിന്തകളും വിശ്വാസികൾക്ക് സ്വതന്ത്രമായി കേട്ടുഗ്രഹിക്കാൻ സാധിക്കും. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബും പുനർജീവ ടെക്നോളജി സൊല്യൂഷൻസും സംയുക്തമായി വികസിപ്പിച്ചിരുന്ന ഈ സംരംഭം ലോകത്തിൽ തന്നെ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ആദ്യമായാണ് നടപ്പിലാക്കുന്നത്. എൻ്റെ പേര് റോബിൻ ടോമി. ഞാൻ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിൻ്റെ ഒരു ഭാഗമാണ്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു അഡ്ജങ്ക്ട് ഫാക്കൽറ്റിയാണ്. അതുമാത്രമല്ല TCSൻ്റെ ഒരു സീനിയർ സയൻറ്റിസ്റ്റ് കൂടെയാണ്. ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത് നമ്മളുടെ കുരിശിൻ്റെ വഴി, നമ്മുടെ കുരിശിൻ്റെ വഴി എങ്ങനെ കുറച്ചും കൂടെ ആക്സസബിൾ ആക്കാം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആക്കാം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഐഡിയ ഞങ്ങൾക്ക് വരാനുള്ള പല കാരണങ്ങളുണ്ട്. ഞങ്ങൾ പലരെയും കണ്ടിട്ടുണ്ട്. കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. നമ്മൾ കണ്ടിട്ടുള്ള കുരിശിൻ്റെ വഴിയിലെ എല്ലാ പടങ്ങളുമെന്ന് പറയുന്നത് നമ്മളുടെ പള്ളികളിൽ എപ്പോഴും മണ്ടയിലാണ്, അല്ലേ? ഒരു മുകളിലാണ് അതിരിക്കുന്നത്. അത് എങ്ങനെ ഒരാൾക്ക് ആക്സസബിൾ ആവാം, എസ്പെഷ്യലി കാഴ്ച വൈകല്യമുള്ളവർക്ക്, ബ്ലൈൻഡായിട്ടുള്ളവർക്ക് ഒക്കെ എങ്ങനെ ആക്സസബിൾ ആക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ നിന്നും തുടങ്ങിയതാണ് നമ്മുടെ ഈ കാണുന്ന സ്റ്റേഷനുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങളെ, ഓരോ സ്ഥലങ്ങളെയും നമ്മൾ ആക്സസബിൾ ഫ്രണ്ട്ലി ആക്കി എടുത്തിരിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷം, അതായത് 2026 എന്ന് പറയുന്നത് സാമുദായിക ശാക്തീകരണത്തിൻ്റെ ഒരു വർഷം കൂടെയാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം. ഈ സാമുദായിക ശാക്തീകരണത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് നമ്മൾ എല്ലാവരെയും പള്ളികളിലേക്ക് കൊണ്ടുവരിക, അവർക്കത് ആക്സസബിൾ ആക്കുക എന്നുള്ളത്. അങ്ങനെ കാഴ്ച വൈകല്യമുള്ളവർക്ക് ആക്സസബിൾ ആയിട്ടുള്ള കുരിശിൻ്റെ വഴി, അതും നമ്മൾ ഹോളി വീക്കിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അത് റെഡിയാക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ഇത് 2ാം സ്ഥലം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് കാണാവുന്നതുപോലെ നമ്മളുടെ യേശുക്രിസ്തു റോമൻ പടയാളിയുമായി ഓർത്ത് കുരിശും വഹിച്ചുകൊണ്ട് പോകുന്നു. അതെങ്ങനെയാണ് ഒരു കാഴ്ച വൈകല്യമുള്ള ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുക? അത് ബ്രെയിൽ ലിപിയിൽ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഇമേജിനെ നമ്മൾ AI ഉപയോഗിച്ച് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് 3D ഫോർമാറ്റിൽ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മളിതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഇത് സ്പർശനത്തിലൂടെ മാത്രം അല്ല നമ്മൾ ഇന്ന് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ഈ ടെക്നോളജിയായ NFC, അതായത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ, IoT പോലത്തെ ടെക്നോളജി ഉപയോഗിച്ച് അതിനെ ആപ്പിലേക്ക്
കേൾക്കാവുന്ന രീതിക്ക് ഓരോ സ്ഥലത്തും എന്ത് സംഭവിച്ചു എന്ന് കേൾക്കാവുന്ന രീതിയിലേക്കും കൊണ്ടുവരാൻ സാധിച്ചത്. ഇത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളും അതുപോലെ അവിടുത്തെ ഫാക്കൽറ്റീസും ചേർന്ന്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളുടെ 2030 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലെന്ന് പറയുന്നത് എമ്പതിയാണ്. അപ്പോൾ എൻജിനീയറിംഗ് എങ്ങനെ എമ്പതിയുമായിട്ട് ചേർന്ന് നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ കുരിശിൻ്റെ വഴിയെ ടാക്റ്റൈലാക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സസബിൾ ആക്കുന്ന ഈ പ്രോജക്റ്റ് വരുന്നത്. ദേവാലയങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകണമെന്ന സഭയുടെ വിശാലമായ കാഴ്ചപ്പാടാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യത്തിലെത്തുന്നത്. കാഴ്ച പരിമിതിയുടെ ഒരു കാര്യം തന്നെ എടുത്താൽ ഏകദേശം 2% ഇന്ത്യയിൽ തന്നെ കാഴ്ച പരിമിതി ഉള്ളവരുണ്ട് എന്നാണ് കണക്ക്. കേരളത്തിൽ ഒരുപക്ഷെ അത്ര കാണില്ല. ഈ 2% പലപ്പോഴും പലരും പരിഗണിക്കാറില്ല. അത് ദേവാലയങ്ങളിലായാലും മറ്റ് പ്രവർത്തന മേഖലകളിലായാലും ജോലിസ്ഥലങ്ങളിലായാലും അവർക്ക് വേണ്ടി എന്ത് കരുതലുണ്ട്. അങ്ങനെ പരിമിതികളുള്ള ആളുകളെ അഥവാ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ പരിഗണിക്കുക എന്നുള്ളതാണ് എമ്പതി എന്ന വാക്കിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. അതുമായിട്ട് ബന്ധപ്പെട്ട് എമ്പതി എൻജിനീയറിംഗ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണ്. ഇത് എൻജിനീയറിംഗ് തന്നെ അഥവാ ടെക്നോളജി തന്നെ പരിഗണിക്കപ്പെടാത്തവരെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ പരിഗണിക്കാം എന്നുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. പരിമിതികൾക്കിടയിലും തളർന്നു പോകാതെ മനുഷ്യരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് അഭിപ്രായപ്പെട്ടു. ബസിലിക്ക റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് ഡയറക്ടർ റവർ ഫാദർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, TCS സീനിയർ സയന്റിസ്റ്റ് റോബിൻ ടോമി, പുനർജീവ CDO രശ്മി രവീന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഴ്ച പരിമിതരെ ഞങ്ങളെപ്പോലെയുള്ള വ്യക്തികൾക്ക് ഇങ്ങനൊരു സംഭവം ഇവിടെ കുരിശിൻ്റെ വഴിയുടെ ആവിഷ്കാരം ചെയ്തു തന്നതിൽ ഞങ്ങൾ ഒത്തിരിയേറെ കൃതജ്ഞരാണ്. തീർച്ചയായിട്ടും സാധാരണ വ്യക്തികളെ ഞങ്ങളെയും കൂടി ചേർത്ത് നിർത്തുന്നു. സഹതാപമല്ല, മറിച്ച് സഹകരണമാണ് ഞങ്ങളോട് ചെയ്യുന്നത് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെയുള്ള വ്യക്തികൾക്ക്, ഞങ്ങളെപ്പോലെയുള്ള വ്യക്തികൾക്ക് നടന്നു പോയി ഓരോ കാര്യങ്ങളും അനുഭവിച്ചറിയുവാനും അതുപോലെ തന്നെ കേൾക്കുവാനും അത് സാധിക്കുന്ന QR കോഡൊക്കെ വെച്ചോളുകൊണ്ട് നമുക്ക് കേൾക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഇതിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് നമുക്ക് കാലിൻ്റെ സ്പർശനത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകതയായിട്ട് അതിൽ കണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ബ്രെയിൽ ലിപിയിലും അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ രൂപങ്ങൾ എനിക്ക് കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് നമുക്കത് തൊടുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ താഴെ അതിന് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, അനുഭവിച്ചറിയാനായിട്ട് ഇതുവഴിയായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓരോ കാഴ്ചപരിമിതർക്കും അതൊരു വലിയൊരു അനുഭവമായിട്ട് മാറുകയാണ് ചെയ്തത്. സാങ്കേതിക വിദ്യ ആത്മീയ ശുശ്രൂഷയ്ക്കായി വിനിയോഗിക്കപ്പെടുമ്പോൾ അത് വലിയൊരു ദൈവാനുഗ്രഹമായി മാറുന്നു. ശാരീരികമായ പരിമിതികൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകരുത് എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് സഭ അധികൃതർ ഈ നേട്ടത്തെ കാണുന്നത്. എല്ലാവർക്കും ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ അവസരമൊരുക്കുന്ന ഈ സംവിധാനം ആഗോളതലത്തിൽ ഇതര ആരാധനാലയങ്ങൾക്കും വലിയൊരു മാതൃകയാണ് നൽകുന്നത്.